കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബ്ബ് പൂട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ISL അടുത്ത വർഷം തൊട്ട് മര്യാദക്ക് നടക്കുമോ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസും സീറോ ക്ലാരിറ്റിയും ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ ഫൈനൽ മാച്ച് വേഴ്സസ് FC ഗോവ കളിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ 5 മാച്ചിലെ പോലെ തന്നെ അൺബീറ്റൻ, ഓക്കെ, നമ്മളെ തോൽപ്പിക്കാനൊന്നും ആരും ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട്. വി ബീറ്റ് FC ഗോവ 2-1. ഈ സീസണിൽ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലബ്ബാണ് ഗോവ. അവരെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ആഷ്ലി വെസ്റ്റ്വുഡിന് അണ്ടറിൽ ആ ഒരു ഫസ്റ്റ് മാച്ച് എന്തോ തോറ്റിട്ടുള്ളൂ. അതിനുശേഷം 18 പോയിന്റ് കിട്ടേണ്ടടുത്ത് നമ്മൾ 16 പോയിന്റ്സ് നേടിയിട്ടുണ്ട്. ആള് വന്നതിന് ശേഷം എനിക്ക് തോന്നുക കേരള ബ്ലാസ്റ്റേഴ്സ് ആവും ബാക്കി ഏത് ക്ലബ്സിനേക്കാളും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുണ്ടാവുക. ആ ഡാറ്റ ശരിയാണോ ഇല്ലെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ജസ്റ്റ് ട്രസ്റ്റ് മീ. ഓക്കെ, എന്ത് തേങ്ങയാണെങ്കിലും ലാസ്റ്റത്തെ കുറേ മാച്ചസിലെ നമ്മളെ പെർഫോമൻസും റിസൾട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു മിഡ് ടേബിൾ ക്ലബ്ബ് ആയിട്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു സീസണിൽ ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് എവിടെയാണ് തെറ്റിയത്, എവിടെ നമുക്ക് ഫാൾട്ട് വന്നത്? സീസണിൻ്റെ ആ ഒരു തുടക്കം ഒരാവശ്യമില്ലാതെ മാനേജ്മെന്റ് ഉഡായിപ്പ് കാണിച്ചു. ആൻഡ് അവിടെ നമുക്കൊരു ചെറുതായിട്ടൊരു പാളിച്ച വന്നതാ. അതല്ലെങ്കിൽ നമ്മൾ ഓക്കെ, ഞാൻ വെറുതെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയല്ല, സംഭവം നമ്മളെല്ലാവരും ഡെലൂഷണൽ ഫാൻസ് ആണെങ്കിലും എനിക്ക് തോന്നുക നമ്മൾ മര്യാദക്ക് കോച്ച് ആദ്യം തൊട്ടേ ഉണ്ട്, ഈ പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഫോറിൻ പ്ലേയേഴ്സ് ആദ്യം തൊട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പ് 4 തന്നെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതേപോലത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. എന്ത് ചെയ്യാനാ? മാച്ചിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ സംസാരിക്കണില്ല, ബിക്കോസ് മാച്ച് ഫുള്ളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, മാച്ചിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ടോട്ടൽ ഒരു 30 മിനിറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫെൻസീവ്ലി ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ 2 വിങ്ങേഴ്സും റൈറ്റ് ആയാലും ലെഫ്റ്റ് ആയാലും എല്ലാവരും ബോളിൻ്റെ പിറകിൽ വന്നിട്ട് അത്രയും നമ്മൾ ഈ ഹറാം ബോൾ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഡിഫെൻസീവ് സംഭവമൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാനിപ്പോൾ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ FC ഗോവ എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടം പോലെ തവണ നമ്മളെ ഡിഫെൻസിനെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവർക്കും നല്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫെൻസിൻ്റെ കാര്യത്തിൽ കളി ഫുള്ള് കണ്ടിട്ടുള്ളവർ അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കളി ഫുള്ള് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഏത് ഏരിയ ആയിരുന്നു ബെസ്റ്റ് എന്നൊക്കെ ഉള്ളത്. നമ്മുടെ വിന്നിംഗ് ഗോൾ 81-ാം മിനിറ്റിൽ ഒരു കോർണർ ഫ്രാഞ്ചു എടുക്കുകയാണ്. ആൻഡ് ഫാലോവിൻ്റെ മുന്നിൽ ആ ഒരു ബോൾ വന്ന് വീഴണു, ഒരു കിഡിലൻ ഫിനിഷ്. ഓക്കെ, ആൻഡ് ഈ 2 പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും ഫാൻസ് ഏറ്റവും അധികം ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അടുത്ത ഒരു സീസൺ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അടുത്ത വർഷം ISL ഉണ്ടെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ക്ലബ്ബ് കളിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യുമോ, അതോ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കാണിച്ചിട്ടുള്ള സെയിം ഉഡായിപ്പ് പരിപാടി കാണിക്കുമെന്നാണ്. ഞാൻ കുറേ കണാക്കുണാന്നൊന്നും പറയണില്ല കേട്ടോ. ഐ ആം വെരി ഹാപ്പി ദാറ്റ് വി വോൺ. അതുപോലെ കെവിൻ യോക്ക് ഫൈനലി ഗോൾ അടിച്ചതിൽ ഐ ആം വെരി ഹാപ്പി. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇത്രയും നല്ലൊരു സീസൺ എൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അധികം പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു സീസൺ കളിക്കായിരുന്നു. ഈവൻ തോ ഇതൊരു ഉഡായിപ്പ് തട്ടിക്കൂട്ട് സീസൺ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫൈറ്റ് ഇതിന് നടത്താനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് മര്യാദക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ, എല്ലാ ഇയേഴ്സിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻഷാല്ലാ നെക്സ്റ്റ് സീസൺ, അങ്ങനെ പോലും ശരിക്കും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അടുത്ത സീസൺ ഉണ്ടോ ആർക്കറിയാം. എന്തൊക്കെയൊക്കെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ AIFFനെ ISLനെ സസ്റ്റെയിൻ ചെയ്ത് ക്ലബ്സിന് നഷ്ടമില്ലാതെ എല്ലാവരും ഹാപ്പി ആക്കി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഓർക്ക് ഓല പോക്കറ്റ് നിറഞ്ഞാൽ മതി, ഓർക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കിട്ടിയാൽ മതി. ഉള്ളിപ്പുണ്ടോ ഒരു ISL ക്ലബിൻ്റെ കയ്യിൽ നിന്ന് 3 കോടിയൊക്കെ ചോദിക്കാനേ? ലേശം ഉള്ളിപ്പുണ്ടെങ്കിൽ ചോദിക്കും. 3 കോടി എന്ത് തേങ്ങ ഒന്നുമില്ല. ഓക്കെ, അടുത്ത സീസൺ ഉണ്ടെങ്കിൽ കാണാം. ആരെങ്കിലും കപ്പടിക്കുക, ആരെങ്കിലും കപ്പടിക്കുക, ഐ ഡോണ്ട് കെയർ. ഞങ്ങളല്ലല്ലോ എന്തായാലും, ഞങ്ങൾക്ക് അതിനുള്ള ചാൻസും ഇല്ല. അത്ര